80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടിനെ കട്ടക്കറുപ്പാക്കാൻ പൊടി കൊണ്ടൊന്ന് തൊട്ട് നോക്കിക്കോളൂ. വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കത്തില്ല. ഈ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പം മുടി നരയ്ക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ വളരെ നല്ല തുടർച്ചയായിട്ട് ചെയ്തു വരുവാണെങ്കിൽ മുടിയൊക്കെ നരമാറി നല്ല പോലെ കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ചാലും പ്രായമാകുമ്പോൾ മുടി നരയ്ക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രകൃതി നിയമമാണ്. നമ്മുടെ മുടി നരയ്ക്കുകയൊക്കെ ചെയ്യും. എന്നാലും ആ നരച്ച മുടിനെ ഒരു പരമാവധി നമുക്ക് കറുപ്പിക്കാനും നര വരാതിരിക്കാനും സഹായിക്കുന്ന അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ സിങ്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പാത്രം കഴുകാനും അതുപോലെ എല്ലാ മീൻ വെട്ട് കഴുകുക, അതുപോലെ മീൻ ഇറച്ചി ഇതെല്ലാം നമ്മൾ കഴുകുന്ന അതിലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ കഴുകി കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലും അതുപോലെ തന്നെ എണ്ണമയം ഒക്കെ ഇതിൽ പിടിച്ചിട്ട് എത്ര പുതിയ സിങ്കാണ് പഴയതുപോലെ ആവുകയും ഒക്കെ ചെയ്യും. പന്നയായിട്ടൊരു സ്മെല്ലായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കും. ഇപ്പോൾ ഇറച്ചിയൊക്കെ പെരുന്നാളൊക്കെ ആയല്ലേ, ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിക്കാണും. അവരൊക്കെ നമ്മൾ ഈ സിങ്കി വെച്ചായിരിക്കും കഴുകാറുള്ളതും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ല് പോകാനും അതും പിന്നെ എണ്ണമയം പോകാനും എല്ലാം വളരെ നല്ലൊരു ടിപ്പാണ്. അരമുറി നാരങ്ങ എടുക്കുക. നല്ല നാരങ്ങ വേണമെന്നില്ല, അതിൽ ഒരു ചീന നാരങ്ങയാണെങ്കിലും മതി. എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് കൊണ്ട് തേച്ചിട്ട് ഇതുപോലെ അന്ന് നമ്മുടെ സിങ്കിൽ അങ്ങോട്ട് നൊരച്ച് കൊടുക്കുക. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് 1 മിനിറ്റ് അങ്ങനെ ഇട്ടേക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കുക. അടിപൊളിയായിട്ട് എത്ര പഴയ സിങ്കാണെങ്കിൽ പോലും നല്ലപോലെ വെട്ടിത്തിളങ്ങി കിട്ടാൻ സഹായിക്കുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്. അതിലേക്ക് വരുന്ന പാറ്റാപ്പല്ലി അങ്ങനെയൊക്കെ ഒന്നും കയറുക ഒന്നും ചെയ്യത്തില്ല. കുറേ വേസ്റ്റ് അയക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബാഡ് സ്മെല്ലും ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അതൊക്കെ പോകാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പൈപ്പിലാണെങ്കിൽ ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ട് പായലൊക്കെ പിടിച്ചിരിക്കും. അതൊക്കെ പോകാൻ ഈ ഒരു നാരങ്ങ നീര്, ആ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആണെങ്കിലും മതി, ഏത് പേസ്റ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴുകി എടുക്കുന്നുണ്ട്. നല്ലപോലെ കണ്ട ആ ചെളിയെല്ലാം പോയി, ആ അഴുക്കും എണ്ണമയം എല്ലാം പോയി. അതുപോലെ തന്നെ ഉപ്പ് കറയുള്ള വെള്ളമാണെങ്കിൽ സിങ്കിലെല്ലാം വെള്ളം കുത്തുപോലെ ആയി കിടക്കും. അതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല വെളുത്ത് കിട്ടേണ്ട ബാഡ് സ്മെൽ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ്, ഈ സിങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പല്ലി, പാറ്റ, അതുപോലെ തന്നെ ഉറുമ്പ് ഇതൊക്കെ കയറി നശിപ്പിച്ച് വെക്കുന്നത്. എലിയുണ്ടെങ്കിൽ എലിയും അങ്ങനെ ഒന്നും അതിൻ്റെ അകത്ത് സിങ്കിൽ കയറി നശിപ്പിച്ച് വെക്കാതിരിക്കാൻ വേണ്ടി അരമുറി നാരങ്ങ എടുത്ത് ആ സിങ്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് രാവിലെ എടുത്തിട്ട് നോക്കിക്കേ, അടിപൊളിയായിരിക്കും. അതിനകത്ത് കയറി ഒരു പാറ്റയും പല്ലി എലിയും ഒന്നും കയറത്തുമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഈ ഒരു പൊടി നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പൊടിയാണ്. ഇതാണ് ത്രിഫല ചൂർണം. ഈ ത്രിഫല ചൂർണത്തിന് 1/2 ടീസ്പൂൺ എടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ടെടുക്കുക. കുറുക്കിയെടുക്കുക, നല്ല തിളപ്പിച്ചെടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവർക്കും പല്ലുവേദന, മോണ വീക്കം, അതുപോലെ തന്നെ വായ്പുണ്ണ്, ഒരു വക പോലും കഴിക്കാൻ പറ്റാത്ത വായ്പുണ്ണൊക്കെ വന്നാൽ അപ്പോൾ നമ്മൾ ഈ വായിലിങ്ങനെ കവക്കൊള്ളുവാണെങ്കിൽ ആ വായ്പുണ്ണ് പോകുന്നതും, അത് മാത്രമല്ല പല്ല് കേടായ പല്ലൊക്കെ ഉണ്ടല്ലോ, പല്ലുവേദനയൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തിട്ട് കവക്കൊള്ളും, നമ്മൾ ഉപ്പ് വെള്ളമൊക്കെ കവക്കൊള്ളുന്ന പോലെ ഇത് കവക്കൊള്ളുവാണെങ്കിൽ പരമാവധി പല്ലുവേദന കുറയാനും പുഴുപ്പല്ലുണ്ടാകുന്നത് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. നല്ല വേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണിച്ചിരിക്കണം. ഒരുപാട് പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ പോയി കാണിച്ചിരിക്കണം. ചിലർക്ക് പുളിപ്പ് പോലെയൊക്കെ പല്ലിനൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഒരു വൈദ്യം പറഞ്ഞു തന്നതാണ്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ത്രിഫല ചൂർണത്തിന് വേറൊരു ഇതുണ്ട്. നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മലം ഇത് പുറം തള്ളാനായിട്ട് സഹായിക്കുന്നതാണ്. ഡോക്ടർമാർ തന്നെ എഴുതി തരുന്നതാണിത്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതാണെങ്കിലും അതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക. ഞാനിതിങ്ങനെ വായിലിങ്ങനെ കുട്ടിയുടെ പല്ലുവേദനയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പാണിത്. ഇത് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ചെറു ചൂടോടുകൂടി വേണം നമ്മളിത് കവക്കൊള്ളാനായിട്ട്. ഇതിന് പ്രത്യേക ടേസ്റ്റ് എന്ന് ഒരുമാതിരി ഒരു ടേസ്റ്റാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മിക്ക ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും നമുക്ക് വായിലൊക്കെ ഇങ്ങനെ വായ്പുണ്ണും ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് കവക്കൊള്ളുവാണെങ്കിൽ വളരെ നല്ലതാണ്. അടിപൊളി റിസൾട്ടാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിനൊക്കെ വളരെ നല്ല ത്രിഫല ചൂർണം. അപ്പോൾ ഈ അങ്ങാടിക്കടകളിലെല്ലാം ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഡോക്ടറോട് പോയി കണ്ട്
മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്ഷേ ഇത് വായ്പുണ്ണ് മാറാനും പല്ലുവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. എൻ്റെ കുട്ടിക്ക് ചെയ്ത് കൊടുക്കാറുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് ഒരു ഭയങ്കര വേദനയെ നല്ല രീതിയിൽ ശമിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ തന്നെ കണ്ടിരിക്കണം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇപ്പം നരച്ച മുടി ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഭക്ഷണങ്ങൾ, അതുപോലെ വെള്ളം ഒരുപാട് കുടിക്കാതിരിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് മുടി നരയ്ക്കല്ലേ. ചിലർക്ക് നീലാമരിപ്പൊടി പിടിക്കത്തില്ല, അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ നീലാമരി ഇല്ലാതെ തന്നെ അലർജിയാണ് ചിലർക്കൊക്കെ, എനിക്കൊന്നും അലർജിയൊന്നും ഇല്ല, ചിലർക്കൊക്കെ അലർജിയാണ്, ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാണ്, തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മുടിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇരുമ്പ് ചട്ടി എടുക്കാം. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഹെയറിനൊക്കെ നര വന്നിട്ടുള്ളൂ, അവിടെ എല്ലാം അങ്ങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. കോഫി പൗഡർ നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടിനെ സിൽക്കി ആക്കാൻ സഹായിക്കുന്നു, താരം പോകാൻ സഹായിക്കുന്നു. അതുപോലെ നെല്ലിക്കാപ്പൊടി നല്ലപോലെ മുടി കിളുക്കാൻ സഹായിക്കുന്നു. ഡാൻഡ്രഫ് കാര്യങ്ങളെല്ലാത്തിനും നല്ല അടിപൊളി ഒരു ഇതാണ്, ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ കോഫി പൗഡറിനും അതുപോലെ നമ്മുടെ നെല്ലിക്കാപ്പൊടിക്കും. പിന്നെ നമ്മളിതിലേക്ക് ചെയ്തുകൊണ്ട് വെള്ളമോ കാപ്പിവെള്ളം തിളപ്പിക്കേണ്ട, തേയിലവെള്ളം വേണ്ട, ഒന്നും വേണ്ട, അലോവേര ജെല്ലാണ് വേണ്ടത്. നാച്ചുറലായിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എന്നിട്ട് ഇത് ആവശ്യമുള്ള അലോവേര ജെല്ലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മുടെ ആ ചട്ടിയിൽ തേച്ച് വെക്കുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അതിന് സമയമില്ലാത്ത ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം എടുത്ത് തലയിലേക്ക്, എണ്ണമയമില്ലാത്ത തലയിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നരച്ച മുടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് നമ്മുടെ മുടി കറുക്കത്തൊന്നുമില്ല. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മുടി നരയ്ക്കത്തില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട, നമ്മുടെ മുടിയൊക്കെ നരയ്ക്കും. ഒരു പ്രകൃതി നിയമമാണത്. അപ്പോഴത്തേക്ക് കഴിവതും ഒരുപാട് മുടി നരച്ച് പോകാതെയും നരച്ച മുടീനെ കറുപ്പാക്കാനും ഒക്കെയുള്ള ആയിട്ടാണ് നമ്മളിങ്ങനെ ഡൈ ചെയ്യുന്നത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നരച്ച മുടിയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ. നരച്ച മുടിയൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടീനൊക്കെ കറുപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഡൈ വീഡിയോ. അപ്പോൾ എല്ലാം നാച്ചുറലാണ്, കെമിക്കൽ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചിലരുടെ മുടിക്ക് ചിലപ്പോൾ പിടിക്കും, ചിലർ പിടിക്കത്തില്ല. അതായത് കട്ടിയുള്ള മുടിയിലൊക്കെ പിടിക്കാൻ കുറച്ച് താമസമാണ്. അപ്പോഴത്തേക്കും അവരെല്ലാം കുറച്ച് നാൾ അടുപ്പിച്ച് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മുടിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.